ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 24 25 വാക്യങ്ങൾ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. രക്ഷകന്റെ മുറിവടയാളങ്ങളിലേക്കുള്ള ക്ഷണമാണ് ഇന്നത്തെ വേദഭാഗം. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തോമസ് അപ്പോസ്തലൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. തോമസിനെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഉറപ്പിക്കാനും യേശു ഒരിക്കൽ കൂടി തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യക്ഷനായി. ഉയിർത്തെഴുന്നേറ്റ യേശുവിനോടുള്ള തോമസ് അപ്പോസ്തലന്റെ പ്രതികരണത്തിലേക്ക് ഈ വേദഭാഗം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. സംശയാലുവായ തോമസ് എന്ന പേര് നൽകി നിഷേധാത്മകമായ ചില ഉൾക്കാഴ്ചകൾ തോമസിനെ കുറിച്ച് ചിലരെങ്കിലും പറയാറുണ്ട്. വ്യത്യസ്തമായ ഒരു വീക്ഷണകോണത്തിൽ തോമസ് അപ്പോസ്തലനെ കുറിച്ച് വിചിന്തനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാമത്, മറ്റ് ശിഷ്യർ യേശുവിനെ തങ്ങളുടെ കണ്ണുകളാൽ കണ്ടു എങ്കിലും തോമസിനെ കാണാൻ കഴിഞ്ഞില്ല. തോമസിന്റെ സ്നേഹിതരുടെ വാക്കുകൾ അവരുടെ ആത്മനിഷ്ഠമായ അനുഭവമായിരുന്നു. മറ്റുള്ളവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വാസം രൂപീകരിക്കുന്നവനായിരുന്നില്ല തോമസ് അപ്പോസ്തലൻ. തനിക്കും ആത്മനിഷ്ഠമായ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ശക്തമായ പ്രചാരണ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ വല്ലാതെ ഇളകിപ്പോകുന്ന മനുഷ്യപ്രകൃതിക്ക് മുൻപിൽ സത്യസന്ധമായ അന്വേഷണ സ്വഭാവത്തിൻ്റെ പ്രതിനിധിയാണ് തോമസ്. ഇത് അനുകരണീയമായ ഒരു സ്വഭാവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, മറ്റു ശിഷ്യർക്ക് അവർ യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ വികാരങ്ങൾ മൂടിവെക്കാൻ കഴിയുമായിരുന്നില്ല. കരയുകയും ചിരിക്കുകയും നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ലാതെയില്ല എന്ന് കാണണം. എന്നാൽ അവയൊന്നും തോമസ് അപ്പോസ്തലനെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ തങ്ങളുടെ ആത്മീയതയെ വൈകാരിക പ്രകടനങ്ങളിൽ അധിഷ്ഠിതമാക്കുന്നുണ്ട്. വൈകാരികതയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ പങ്കുണ്ടായിരിക്കാം. എന്നാൽ വിശ്വാസം കേവല വൈകാരികതയ്ക്കൊക്കെ അപ്പുറമാണ്. ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി വികാരങ്ങൾ വ്യത്യസ്തപ്പെടാം. എന്നാൽ വിശ്വാസം വികാരങ്ങൾക്കപ്പുറമാണ്. സത്യം വേണ്ടതുപോലെ ഗ്രഹിക്കാതെയുള്ള വൈകാരിക പ്രകടനങ്ങളും സത്യം ഗ്രഹിച്ചു കഴിഞ്ഞുണ്ടാകുന്ന വൈകാരിക അനുഭവങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നും അറിയേണ്ടത് അനിവാര്യമാണ്. മൂന്നാമത്, യേശുവിൻ്റെ മുറിപ്പാടുകളും ആണിപ്പഴുതുകളും കണ്ടുവെങ്കിൽ മാത്രമേ താൻ വിശ്വസിക്കുകയുള്ളൂവെന്ന് പറയാനുള്ള ധൈര്യം തോമസ് അപ്പോസ്തലൻ കാണിച്ചു. തൻ്റെ വാദഗതിയും ബോധ്യവും തോമസ് വ്യക്തമാക്കുകയായിരുന്നു. ഗുരുനാഥൻ ഈ ലോകത്തിന് രക്ഷ വരുത്തിയത് തൻ്റെ അടിപ്പാടുകളിലൂടെയും മുറിവുകളിലൂടെയുമാണ്. മരണത്തിന് പോലും ആ വടുക്കൾ മായ്ച്ചു കളയാൻ കഴിയില്ല. ഉയിർത്തെഴുന്നേറ്റ കർത്തൃശരീരത്തിലും ആ വടുക്കൾ ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ തിരിച്ചറിയൽ അടയാളങ്ങളാണ് അതെല്ലാം. അവയാണ് ലോകത്തിൻ്റെ രക്ഷയുടെ പ്രതീകവും. രക്ഷയുടെ ദൂതുവാഹകരായിത്തീരുന്ന ഓരോ വിശ്വാസിയുടെയും ആളത്വത്തിൽ അവർ വഹിക്കുന്ന മുറിവടയാളങ്ങളാണ് ലോകത്തിനു വേണ്ടിയുള്ള ദൈവിക രക്ഷണ്യ പദ്ധതിയിലെ അവരുടെ പങ്കാളിത്തത്തിൻ്റെ അടയാളങ്ങൾ.
തോമസ് അപ്പോസ്തലൻ സംശയാലുവായിരുന്നില്ല. അന്വേഷണത്തിലൂടെ പദം വന്ന പ്രേഷിതനും ശരീരത്തിൽ രക്ഷണ്യ ശുശ്രൂഷയുടെ മുറിവടയാളങ്ങൾ പേറിയവനുമായിരുന്നുവല്ലോ. കടലുകൾ കടന്ന് ഭാരതഭൂമിയിലെത്തി രക്ഷണ്യ സുവിശേഷത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച തോമസ് അപ്പോസ്തലൻ സംശയാലുവായിരുന്നില്ല. പിന്നെയോ ആത്മനിഷ്ഠമായ അറിവുകൾ കൊണ്ട് ബോധ്യം വരുത്തപ്പെട്ടവനായിരുന്നു. ഈ ഭാഗം നമ്മളോട് പറയുന്നു, താൻ ശിഷ്യർക്ക് പ്രത്യക്ഷനായപ്പോൾ കൂട്ടത്തിൽ ഉണ്ടാകാതിരുന്ന തോമസ് അപ്പോസ്തലനെ തേടി അന്വേഷിച്ച് യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ് ഇന്നും അപ്രകാരം അന്വേഷിച്ചു വരുന്നുവെന്നത് നമുക്ക് എത്രമാത്രം പ്രചോദനാത്മകമാണ്. സത്യസന്ധമായ സന്ദേഹങ്ങളും സംശയങ്ങളും അംഗീകരിക്കുകയും സത്യത്തിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നവൻ, തൻ്റെ തിരുശരീരത്തിൽ ബലഹീന മനുഷ്യൻ വിരൽ കടത്തി സത്യമറിയുന്നതും വിശ്വാസം ഏറ്റുപറയുന്നതും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെന്നത് നമ്മുടെ ആശയക്കുഴപ്പങ്ങളുടെ മധ്യേ നമുക്ക് ധൈര്യം പകരുന്ന യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരുടെ വൈകാരികതകളും ഹർഷോന്മാദങ്ങളും കണ്ടുണ്ടാകുന്ന വിശ്വാസമല്ല ജീവിതം. ദൈവസന്നിധിയിൽ അർപ്പിച്ചു കൊടുക്കുന്ന പ്രതിബദ്ധതയായി ദൈവാനുഭവത്തെ തീർക്കുന്ന തോമസ് അപ്പോസ്തലൻ നമുക്ക് ഒരു മാതൃകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഏറ്റുപറയുന്നതിനും തോമസ് അപ്പോസ്തലനെ സഹായിച്ച കർത്താവെ, സത്യസന്ധമായ അന്വേഷണത്തിനും കണ്ടെത്തലിനും ജീവിതഗന്ധിയായ സമർപ്പണത്തിനും അനുഭവത്തിനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിപ്പാനും സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങൾ നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.